നമസ്തേ. അപ്പോൾ ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് നേരെ ഒരു ആന്ധ്രാപ്രദേശിൽ കയറി. ആന്ധ്രാപ്രദേശിൽ നിന്ന് തെലങ്കാനയിലേക്ക് പോയി. അങ്ങനെ പോണ വഴിയിൽ ജോഗുലംബ എന്നൊരു ശക്തിപീഠത്തിലേക്കാണ് നമ്മൾ പോയത്. അവിടെ നമ്മൾ വെളുപ്പിനെത്തുകയും അവിടെ നമ്മൾ തുംഗഭദ്രയും കൃഷ്ണയും വന്ന് മെർജ് ചെയ്യുന്ന സ്ഥലമാണ് ഈ ജോഗുലംബ. അതിൻ്റെ സൈഡിൽ ബാങ്ക്സിലാണ് ഈ ജോഗുലംബ ക്ഷേത്രം നിൽക്കുന്നത്. അവിടെ അതൊരു ശക്തിപീഠമാണ്, 5ാമത്തെ ശക്തിപീഠം എന്നാണ് പറയപ്പെടുന്നത്. അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള 18 മെയിൻ ശക്തിപീഠങ്ങളിൽ ഒന്നാണത്. കാര്യം 51 ഉണ്ടെങ്കിലും ഇവിടെ വീണിരിക്കുന്നത് മുകളിലത്തെ പല്ലാണ് വീണത്. സതീദേവിയുടെ മുകളിലത്തെ പല്ലാണ് വീണത്. എന്താണ് ഈ ശക്തിപീഠത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശക്തിപീഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സതീദേവി അദ്ദേഹത്തിൻ്റെ അച്ഛൻ ദക്ഷൻ യാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സതീദേവിയെയും ശിവനെയും മാത്രം ക്ഷണിച്ചില്ല, ബാക്കി എല്ലാവരെയും ക്ഷണിച്ച് അവിടെ വലിയ സൽക്കാരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സതീദേവി അവിടെ നിന്ന് വന്ന് അച്ഛൻ്റെ അടുത്ത് ചോദിക്കുകയും ശിവൻ എന്തുകൊണ്ട് വിളിച്ചില്ല എന്നുള്ള വിഷമം പ്രകടിപ്പിക്കുകയും ചെയ്തപ്പോൾ ഇദ്ദേഹം ഭയങ്കരമായിട്ട് പരിഹസിക്കുകയും അവരെ പുറന്തള്ളുകയാണ് ചെയ്തത്. അതിൻ്റെ നാരസ്യത്തിൽ സങ്കടത്തിൽ സതീദേവി ആ ഹോമകുണ്ഡത്തിലേക്ക് എടുത്ത് ചാടി ഹോമകുത്തി ജീവബുദ്ധി നടത്തുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് ശിവൻ ദുഃഖത്തിൽ അവിടെ നിന്ന് വരികയും പിന്നീട് അദ്ദേഹത്തിന് ദേഷ്യഭാവം വരികയും ഈ ദേവീനെ തീയിൽ ആളിക്കൊണ്ടിരിക്കുന്ന ദേവീനെ എടുത്ത് തോളിൽ ഇട്ടുകൊണ്ട് ശിവതാണ്ഡവമാടാൻ തുടങ്ങി. അങ്ങനെ ശിവതാണ്ഡവം സ്ട്രോങ് ആയിട്ട് പ്രപഞ്ചം തന്നെ ഇല്ലാണ്ടാവുന്ന രീതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ദുഃഖിതനായി മഹാവിഷ്ണു വന്നു. മഹാവിഷ്ണുവിന് ഇതെങ്ങനെയെങ്കിലും ഇത് സ്റ്റോപ്പ് ചെയ്യാനുള്ളൊരു ഇത് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രീചക്രം എടുത്തിട്ട് ഈ ദേവീനെ 51 കഷ്ണങ്ങളായിട്ട് അറുത്തറുത്തറുത്ത് ഇല്ലാതെയൊക്കെയാണ് ചെയ്തത്. അങ്ങനെയാണ് ആ വീണ 51 ഓരോ ദേവിയുടെ ഭാഗങ്ങളും ആണ് 51 ശക്തിപീഠങ്ങളായിട്ട് ഇന്ത്യയിൽ അവിടെ ഇവിടെയായിട്ട് കിടക്കുന്നത്, ശക്തിപീഠ അമ്പലങ്ങളായിട്ട്. അപ്പോൾ അതിലൊന്നാണ് ജോഗുലംബ ശക്തിപീഠം, തെലങ്കാന ജില്ലയിലുള്ളത്. ആലമ്പൂറാണ് സ്ഥലം. അപ്പോൾ അവിടെ നമ്മൾ രാവിലെ ഇവിടെ കുളിച്ചിട്ട് അമ്പലത്തിൽ തുംഗഭദ്രയിൽ കുളിച്ചിട്ട് കൃഷ്ണൻ യോജിക്കുന്ന ആ സ്ഥലത്ത് നമ്മൾ കുളിച്ചിട്ട് നേരെ അമ്പലത്തിലേക്ക് ദർശനത്തിന് പോവുകയാണ് ചെയ്തത്. തുംഗഭദ്രയും കൃഷ്ണയും കൂടി മെർജ് ചെയ്തിട്ടുള്ള നദിയാണ്. അവിടുത്തെ ശക്തിപീഠത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. 5ാമത്തെ ശക്തിപീഠം. ഇവിടെ വന്നിരിക്കുന്ന മുകളിലെ പല്ലാണ് വീണിരിക്കുന്നത്. ഇവിടെ ആ ശക്തിപീഠയുടെ സൈഡിലുള്ള തുംഗഭദ്ര നദിയാണത്. അവിടെ സ്നാനം കഴിഞ്ഞ് ഞങ്ങൾ അവിടേക്ക് പോകും. നമസ്കാരം. ആ പോണ വഴിയിൽ നമുക്കൊരു ഇത് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ അവിടെ കിടന്ന് ഒച്ചയും ബഹളം ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതെന്ന് നമ്മൾ ജസ്റ്റ് നോക്കി വന്നപ്പോൾ ആ സ്ത്രീയുടെ വന്നിട്ട് ഹാർട്ട് ചക്രയിൽ കുണ്ടലിന് കയറിയിട്ട് ഹാർട്ട് ചക്ര അവിടെ ബ്ലോക്കായി കിടക്കുകയായിരുന്നു. അതായിരുന്നു അവർക്ക് പറ്റിയ നിർദ്ദേശം. അപ്പോൾ നമ്മൾ ആ സ്ത്രീക്ക് നമ്മളായിട്ട് എന്തെങ്കിലും അതിനെ ക്ലിയർ ചെയ്യാനുണ്ടോ എന്ന് അറിയാൻ വേണ്ടി കുണ്ടലിന് താഴ്ത്തി കൊടുത്താൽ മതി, അത്രയുള്ള പരിപാടി. അത് നമുക്ക് ദൃഷ്ടിയിൽ ചെയ്യാവുന്നുള്ളൂ. പക്ഷേ അതിന് നമുക്ക് അനുവാദം ഉണ്ടോ നോക്കിക്കഴിഞ്ഞപ്പോൾ അത് നമുക്ക് അനുവാദം ഇല്ല. അപ്പോൾ നമ്മൾ ആ കാര്യം നമുക്ക് അതിൻ്റെ നിർദ്ദേശം കിട്ടിയെങ്കിൽ അതിനെക്കുറിച്ച് അറിയാമെങ്കിലും നമ്മൾക്ക് ചെയ്യേണ്ട പ്രവൃത്തി മാത്രമേ നമ്മൾ ചെയ്യാവൂ. അല്ലാതെ നമ്മൾ എല്ലാത്തിലും കയറി ഇടപെടാൻ പാടില്ല. അങ്ങനെ വന്നാൽ നമുക്ക് കർമ്മം കയറും, അപ്പോൾ പ്രശ്നമാവും. അപ്പോൾ ഇവർ നമ്മളെ പരീക്ഷിക്കുകയായിരുന്നു, നമ്മളെന്താ ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് അതിനുള്ള നിർദ്ദേശമില്ല. അപ്പോൾ നമ്മൾ നേരെ പോയി പുഴയിൽ പോയി കുളിച്ചു, തിരിച്ച് നേരെ ജോഗുലംബ ദേവി ക്ഷേത്രത്തിലേക്ക് വന്നു. അപ്പോൾ ഇത് നമുക്കൊരു പരീക്ഷണമാണ് അവരുടെ വക. നിങ്ങൾ നിങ്ങളുടെ പവർ ഉപയോഗിച്ച് എന്തും ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ പരീക്ഷണമായിരുന്നു. അത് പിന്നീട് നമുക്ക് അമ്പലത്തിൽ ചെന്നപ്പോൾ അത് മനസ്സിലായി അവരതിന് വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ നമ്മൾ മിണ്ടാണ്ട് നമ്മുടെ വഴിക്ക് ഇങ്ങനെ പോവുകയാണ് ചെയ്തത്. അങ്ങനെ നേരെ ക്ഷേത്രത്തിൽ കയറി, ജോഗുലംബ ദേവി ക്ഷേത്രത്തിൽ കയറി ദർശനമൊക്കെ നടത്തി. നല്ല പവർഫുൾ ക്ഷേത്രമാണത്. തിരിച്ച് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അതിന്
ചുറ്റും ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ 600 വർഷത്തോളം ഇത് നമ്മുടെ മുസ്ലിം അറ്റാക്ക് വന്നതിന് ശേഷം ഈ ക്ഷേത്രത്തിൻ്റെ അമ്പലത്തിൽ നിന്ന് ദേവീനെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയും ബാലപ്രതിഷ്ഠ നടത്തുകയും അവിടെ 600 വർഷത്തോളം അതങ്ങനെ നിന്നു ഇവരുടെ ഇൻവേഷനിൽ. അതിന് ശേഷമാണ് പിന്നീട് ഈ ദേവീനെ വീണ്ടും ഇവിടേക്ക് പുനഃസ്ഥാപിക്കുന്നത്. അതിന് ഭാഗമായിട്ട് നമ്മൾ അതിൽ പോകുമ്പോൾ കാണാം അവിടെ ഇവരുടെ ഇൻവേഷൻ്റെ ഇതിൽ ഒരു ചെറിയ ഒരു ക്ഷേത്രം അത് മുസ്ലിം പള്ളിയായിട്ട് മാറ്റുകയും അതിൻ്റെ അപ്പുറത്ത് കുറേ ഖബറുകൾ കാണാം. അങ്ങനെ അതാണ് ഏറ്റവും സങ്കടം. ഈ അമ്പല കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മരിച്ച് കിടക്കുന്ന ഒരു ശവകുടീരങ്ങൾ ഇങ്ങനെ കാണുകയും നമ്മൾ അതിൻ്റെ മുമ്പിൽ കൂടെ വേണം അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അവിടെ ഒരു കുറേ ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഈ അമ്പലത്തിന് വലിയൊരു കോമ്പൗണ്ടാണ്. അതിൻ്റെ ഉള്ളിൽ ആണ് ഇഷ്ടംപോലെ ഒരു 8-9 ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിക്കുകയും അത് ഏതോ ഒരു ഭയങ്കര ഒരു സിദ്ധർ അല്ലെങ്കിൽ സന്യാസി വര്യനാണ് ആ ലിംഗങ്ങളിൽ കോസ്മിക് എനർജി കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോ ശിവലിംഗത്തിലും അതിന് പ്രത്യേകതകളാണ്. ഇതിനുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വരച്ചു വച്ചിട്ടുണ്ട് ആ ലിംഗത്തിൽ. വേറെ ഒരു ക്ഷേത്രത്തിലും നമുക്കിങ്ങനെ കാണാൻ സാധിക്കില്ല. ഏത് ഏരിയയിലാണ് അതിൻ്റെ ഊർജ്ജം വരുന്നതെന്ന് വരെ അതിനകത്ത് സിഗ്നിഫിക്കൻ്റായിട്ട് വരച്ചു വെച്ചേക്കാണ് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ അത് നമ്മൾ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഒരു 8-9 എണ്ണമുണ്ട്. ഒരു 3-4 എണ്ണത്തിൽ ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് എക്സ്പ്ലനേഷൻ ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ശിവലിംഗത്തിൻ്റെ അതിൻ്റെ ഫസ്റ്റ് വന്നിട്ട് ഇപ്പോൾ ഈ ശിവലിംഗത്തിൻ്റെ പ്രതിഷ്ഠയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു സെൻറ്ററിൽ ഇങ്ങനെ ഒരു ലിംഗഭാഗത്തിലൊരു ഇത് കാണാൻ പറ്റും. ആ വരച്ചിരിക്കുന്ന എന്താണ് സുഷുമ്ന നാഡിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമുക്ക് എന്താ പറ്റും, സഹസ്രാര ചക്ര അടിക്കും. ഈ ലിംഗം നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മുടെ സഹസ്രാര ചക്രം അടിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ് 2 സൈഡിൽ നിന്നും 2 വരകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഈ വര വന്നിട്ട് നമ്മൾ ശരിക്കും ഈ ലിംഗത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ ഊർജ്ജവും ഭൂമിയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ വന്ന് മെർജ് ചെയ്ത് മൂലാധാരത്തിൽക്കൂടെ ഇങ്ങനെ കയറി സഹസ്രാരത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ 2 സൈഡിൽ നിന്ന് മുന്നേ അത് സെൻട്രൽ ലൈനിൽ സുഷുമ്ന നാഡിയിൽ. ഈ ബാക്കി 2 സൈഡിൽ നിന്ന് വരുന്ന ഊർജ്ജം എന്ന് പറയുന്നത് നേരെ ഇതിവിടെ ഹാർട്ട് ചക്ര വരെ വരുന്നുള്ളൂ. നിങ്ങൾ ആ വീഡിയോ ആ കാണുന്ന പിക്ചർ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഈ 2 സൈഡിൽ നിന്നും ഊർജ്ജം വന്ന് നമ്മുടെ ഹാർട്ട് ചക്ര വരെ, ഇവിടെ ഹാർട്ടിൻ്റെ ഭാഗം വരെ വന്ന് അത് അവിടെ സെറ്റിലായി നിൽക്കും. അതാണ് ഈ ഒരു ജ്യോതിർലിംഗത്തിൻ്റെ പ്രത്യേകത. അടുത്തത് ഇവിടെ വന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ശിവലിംഗത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗെയിൻ നമ്മുടെ സഹസ്രാര ചക്രം ആക്റ്റീവായിട്ട് നമുക്ക് ആ സെൻട്രൽ ലൈനിൽ കൂടെ കാണാൻ പറ്റും. 2 സൈഡിൽ നിന്നും വരുന്ന ഊർജ്ജം, ഈ ഊർജ്ജത്തിൻ്റെ എനർജി വരുന്നത് പാതാള ലോകത്തു നിന്നാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് ഭൂമിക്കടിയിൽ 7 ലോകങ്ങളുണ്ട്. ആ 7 ലോകത്തിൽ ഇതിൻ്റെ ഊർജ്ജം വരുന്ന പാതാള ലോകത്തിൽ നിന്നാണ്. അപ്പോൾ ഈ ഊർജ്ജം നേരെ 2 സൈഡിൽ നിന്നും വന്നിട്ട് നേരെ മണിപ്പൂര ചക്ര വരെയാണ് അതിൻ്റെ ആക്ടിവേഷൻ വരുന്നത്. ശ്രദ്ധിച്ച് നോക്കുകയുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ 2 സൈഡിൽ നിന്ന് വന്നിട്ട് നമ്മുടെ മണിപ്പൂര ചക്ര എന്ന് പറഞ്ഞാൽ ഈ പൊക്കിളിൻ്റെ അവിടെ വന്നിട്ട് ഇത് സ്റ്റോപ്പ് ആവുകയാണ് 2 സൈഡിൽ നിന്ന്. പക്ഷേ സെൻട്രൽ നാഡിയിൽ കൂടെ സുഷുമ്ന വഴി നമുക്ക് സഹസ്രാര ചക്രത്തിൽ ഇവിടെ എൻ്റെ എനർജി അതും സെൻസ് ചെയ്യാൻ സാധിക്കും. അതാണ് ആ പിക്ചറിൻ്റെ പ്രത്യേകത. ഇനി അടുത്ത ശിവലിംഗം എടുത്തു കഴിഞ്ഞാൽ ഈ ശിവലിംഗം അതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് സഹസ്രാര ലിംഗമാണ്. ഈ സഹസ്രാര ലിംഗത്തിൻ്റെ ജസ്റ്റ് നമ്മൾ നോക്കിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഈ സഹസ്രാര പത്മം മുഴുവൻ തുറന്നിട്ടും ഈ 1000 ഇതിലുള്ള സഹസ്രാര പർവ്വം തുറന്ന് നമുക്ക് വ്യക്തമായിട്ട് സഹസ്രാരത്തിന് മാത്രം അതിൻ്റെ ഊർജ്ജം നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ സഹസ്രാര ലിംഗത്തിൻ്റെ പ്രത്യേകത. അത് തന്നെ രണ്ട് വ്യൂ ഉണ്ട്. ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഈ രണ്ടാമത്തെ പിക്ചറിലാണ് കുറച്ചുകൂടി ക്ലാരിറ്റി. കാരണം അവിടെ കുരങ്ങന്മാർ പോകുന്നുണ്ട്, ഞാനും ഉണ്ട്, സഹസ്രലിംഗവും കാണാൻ പറ്റും. അതിൻ്റെ ഊർജ്ജം നോക്കൂ, ഡബിൾ ഇരട്ടിയായിട്ട് നമ്മുടെ സഹസ്രാരം മൊത്തം ഫീൽ ചെയ്യാൻ പറ്റും. നമുക്കിതിന് ഒന്നുകൂടി ക്ലാരിറ്റി കൂടി നമുക്കിതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എന്നാ ഊർജ്ജം വെറുതെ നോക്കിയാൽ മതി, അപ്പോൾ തന്നെ നമ്മുടെ ഇത് സെൻസ് ചെയ്യാൻ സാധിക്കും. അടുത്തത് ഈ ശിവലിംഗത്തിലേക്ക് നോക്കിക്കോളൂ. ഇവിടെ നമ്മുടെ എഗെയിൻ നേരത്തെ പറഞ്ഞ മാതിരി സെൻട്രൽ ലൈനിൽ കൂടെ സുഷുമ്ന നാഡിയിൽ കൂടെ നേരെ മുകളിൽ പോവുകയും ഈ 2 സൈഡിൽ നിന്നും വരുന്ന ഊർജ്ജം വരുന്നിട്ട് അത് ഹാർട്ട് ചക്ര വരെ വരുന്നുള്ളൂ.
ഈ ഈ ഭാഗം വരെ. അതാണ് ഈ ഈ ഈ ശിവലിംഗത്തിൻ്റെ പ്രത്യേകത, ഹാർട്ട് ചക്ര വരെ. ഓക്കെ. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ശിവലിംഗം ഉണ്ട്. നമ്മൾ ഈ അമ്പലത്തിൻ്റെ ഇതിങ്ങനെ ഓരോ അമ്പലങ്ങളും ഇതേമാതിരിയാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് നേരത്തെ കാണിച്ചു തന്ന ശിവലിംഗങ്ങൾ ഓരോന്നിലും. അപ്പോൾ അങ്ങനെ വലിയ കോമ്പൗണ്ടിൻ്റെ അകത്താണ് ഇത് കാണുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാച്ചു കാണുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ശിവലിംഗത്തിൻ്റെ എനർജി നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ നേരെ സഹസ്രാരം അടിക്കുന്നുണ്ടും അതിൻ്റെ ഒപ്പത്തിൽ തന്നെ മൂലാധാരം സ്വാദിഷ്ഠമാണ്. അതാണ് ഈ ലിംഗത്തിൻ്റെ പ്രത്യേകത. ഇത് രണ്ട് മാത്രമേ, ലോവർ ചക്ര മാത്രമേ ആക്ടിവേഷനുള്ളൂ. സ്വാധിഷ്ഠാനം മൂലാധാരം മാത്രം നമുക്ക് ഈ വെറും ഒരു സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും അവിടുത്തെ ഊർജത്തിൻ്റെ പ്രസൻസ്. അടുത്തത് ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ നമുക്ക് വ്യക്തമായിട്ട് അതിനകത്ത് മണിപ്പൂര ചക്ര ആക്ടിവേഷൻ നമുക്ക് വ്യക്തമായിട്ട് അതിനകത്ത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. പ്ലസ് ചെറുതായിട്ട് ഹാർട്ട് ചക്രയിലേക്ക് അതിൻ്റെ എനർജി വരുന്നുണ്ട്. പക്ഷേ കൂടുതലും അവസാനം സെറ്റിൽ ചെയ്യുന്നത് അത് മണിപ്പൂര ചക്രയിലേക്കാണ്. ഇവിടെ എന്താ സെൻസ് ചെയ്യുന്നത്? ഇവിടുത്തെ എനർജി ഫ്ലോ എവിടെ നിന്ന് വരുന്നത്? ആ, മൂലാധാരത്തിൽ നിന്ന് എവിടെ വരെ വരുന്നുണ്ട്? ഇല്ല, അനാഹതം വരെ ഉള്ളൂ. മണിപ്പൂർ അനാഹതം ആക്റ്റീവ് ആവണുണ്ടോ? അപ്പ് ടു അനാഹതം ഉള്ളൂ. കൈയൊക്കെ പോയണല്ലോ, റിട്ടേൺ ഫ്ലോ ആയി. ഷീൽഡ് ചെയ്തോളൂ. രണ്ടുപേരും നല്ല സ്ട്രോങ് ആയിട്ട് ഇത് ചെയ്യുന്നതാണ്. ഓർ എക്സ്പാൻഷൻ. കൂടാതെ ഇവിടെ ആദ്യം റൈറ്റ് ലെഗിൽ കുറച്ചും കൂടി മുമ്പോട്ട് ഇപ്പോൾ പാദത്തിനായി. ഓക്കെ, ഒരുപാട് കൂടെ ഇത്രയും ഇത് കുറച്ച് ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. അങ്ങനെ 8ഉം 9ഉം അമ്പലങ്ങൾ ഈ ശിവലിംഗത്തിൻ്റെ ഈ അമ്പലത്തിന് ചുറ്റും നമുക്ക് കാണാൻ പറ്റും. അതാണ് ജോഗുലംബ ശക്തിപീഠ ക്ഷേത്രം. വളരെ ഇവിടെ ഒന്നും കാര്യമായിട്ട് ഒരു പൂജയും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഈ ശിവലിംഗത്തിൽ. പക്ഷേ എന്നിട്ടും ഈ കാലഘട്ടത്തിൽ ഇത്രയും വർഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും അതിൻ്റെ ഊർജ്ജം ഇത്രയും സ്ട്രോങ് ആയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ അകത്ത് പോയി നിന്ന് ഇത് സെൻസ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ സെൻസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, ഈ ലാസ്റ്റ് വീഡിയോ സെൻസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ലേഡി അവിടെ വരികയും ഈ ലേഡിക്ക് പെട്ട ഒരു ഫാമിലി വന്നതാണ്. അവർ വന്ന് നമ്മൾ ഈ ധ്യാനത്തിൻ്റെ ആ ഊർജ്ജത്തിൻ്റെ പ്രസരിപ്പിൽ അവർക്കും ആക്ടിവേഷനായി. അവരങ്ങനെ നമ്മളെടുക്കുന്ന പ്രാണായാമം അവർ തന്നെ ഭയങ്കര ഇതായിട്ട് എടുക്കുകയും അവിടെ കിടന്ന് വിറച്ച് അവരുടെ ഉള്ളിലുണ്ടായ എന്തോ ഒരു നെഗറ്റീവ് എലമെൻറ്റ് അവരുടെ ബോഡിയിലുണ്ടായിരുന്നു തന്നെ പോവുകയും അവർ അവിടെ വീഴുകയും ചെയ്യും.
അത് അവർക്ക് കിട്ടിയൊരു അനുഗ്രഹമാണ്. അവിടെ ആ പ്രസൻസിൽ, ആ ഊർജ്ജത്തിൻ്റെ ഹൈ എൻഡ് എനർജിയിൽ ഞങ്ങളെല്ലാവരും ധ്യാനിക്കുന്ന ആ അവസ്ഥയിൽ, ആ ഊർജ്ജത്തിൽ അവരുടെ ആ ബോഡിയിൽ നിന്ന് ആ നെഗറ്റീവ് എനർജി തള്ളിപ്പോയി. പോയപ്പോഴാണ് അവർക്ക് ആ പെട്ടെന്ന് നമ്മുടെ എനർജിയായിട്ട് കണക്ഷൻ വന്നപ്പോഴാണ് നമ്മളെടുക്കുന്ന അതേ പ്രാണായാമം തന്നെ അവരെടുക്കുകയാണ്. എടുത്ത് നല്ല ഫോഴ്സിൽ എടുക്കുകയും അതിനോടൊപ്പം തന്നെ അവരുടെ ആ ദേഹത്തുണ്ടായ എലമെൻറ്റ് പുറത്തേക്ക് പോയ സമയത്ത് അവർ വിറച്ച് അവിടെ വീഴുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അതാണ് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനും, ജോഗുലം പശ്ചാത്തലത്തിനെക്കുറിച്ച് പറയാനും. നമസ്തേ.